നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് മാതൃസ്നേഹം. അമ്മയോടുള്ള സ്നേഹമാണ് മാതൃസ്നേഹം. ഒരു കുഞ്ഞിന്റെ ചുണ്ടിൽ നിന്നും മാറി വന്ന വാക്കാണ് അമ്മ. എല്ലാവരും അമ്മയെ സ്നേഹിക്കുന്നു. ചിലരുണ്ട് അമ്മയെക്കാൾ ധനത്തിനെ സ്നേഹിക്കുന്നവർ. അവർക്ക് എപ്പോഴും നാശമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. കാവേരി എന്നൊരു നദി ഉണ്ടായിരുന്നു. പുണ്യ നദി. അതിന്റെ തീരത്ത് ചെറിയൊരു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ സ്ത്രീ താമസിച്ചിരുന്നു. പേര് ലക്ഷ്മി. ലക്ഷ്മിക്ക് രണ്ട് ആൺമക്കളുണ്ടായിരുന്നു, ഗുണദത്തനും ധനദത്തനും. അവർ അച്ഛൻ മരിച്ചു പോയിരുന്നു. ഭക്ഷണത്തിന് വകയില്ലാതെ അവർ വിഷമിച്ചു. ലക്ഷ്മിക്ക് അടുത്തൊരു വീട്ടിൽ ജോലി കിട്ടി. ഭക്ഷണവും ചെറിയൊരു ശമ്പളമായിരുന്നു അവിടുന്ന് കിട്ടുന്നത്. ലക്ഷ്മി അവരുടെ മക്കളെ വളർത്തി. കിട്ടുന്ന പണം ലക്ഷ്മി സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ ആ മക്കൾ വലുതായി. ഒരു ദിവസം ലക്ഷ്മി വയ്യാതെ കിടപ്പിലായി. കൈ തളർന്നു, നടക്കാനും പറ്റുന്നില്ല. ഗുണദത്തനായിരുന്നു അമ്മയെ നോക്കുന്നത്. ധനത്തിന് എപ്പോഴും ധനത്തിലേക്കായിരുന്നു നോട്ടം. ഒരു ദിവസം കാവേരി നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. ഗ്രാമത്തിലെല്ലാം വെള്ളം കയറുവാൻ തുടങ്ങി. ആൾക്കാരെല്ലാം വീട്ടു സാധനങ്ങൾ വാരിക്കെട്ടി അടുത്ത ഗ്രാമത്തിലേക്ക് പോവാൻ തുടങ്ങി. ഒരു വനത്തിനപ്പുറമായിരുന്നു അടുത്ത ഗ്രാമം. ധനദത്തൻ വീടെടുപ്പുള്ള സാധനങ്ങൾ വാരിക്കെട്ടി. എന്നിട്ട് ആലോചിച്ചു, അമ്മയെ കൊണ്ടുപോകണമെങ്കിൽ സാധനങ്ങൾ ഉപേക്ഷിക്കണം. അത് സാധ്യമല്ല. നടക്കാൻ പറ്റാത്ത അമ്മ മരിക്കുവാന്നീ മരിക്കട്ടെ. ധനദത്തൻ പൊങ്ങാൻ പറ്റാത്ത ഭാരം തലയിൽ ചുമന്ന് നടക്കാൻ തുടങ്ങി. ധനദത്തൻ അമ്മയെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. അമ്മ കണ്ണീരോടെ കിടന്നു. ഗുണദത്തൻ നോക്കിയപ്പം ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞു. വീട്ടു സാധനങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അമ്മ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ മറ്റെന്തും. ഗുണദത്തൻ അമ്മയെ തോളിലേറ്റി നടക്കാൻ തുടങ്ങി. അവർ വനത്തിലെത്തി. രാത്രിയുമായി. അവർ ഇരുട്ടി തപ്പി തപ്പി നടന്നു. ഗുണദത്തൻ നോക്കിയപ്പോ ദൂരെ ഒരു വെളിച്ചം. അവിടെ 4 കൊള്ളക്കാർ തോക്കുമായി നിൽക്കുന്നു. യാത്രക്കാരെ കൊള്ളയടിച്ച് അവർ സാധനങ്ങൾ വഴി വെച്ചിരുന്നു. അതിൽ ധനദത്തന്റെ ചുമടും ഉണ്ടായിരുന്നു. ഗുണദത്തന്റെ തോളിൽ മൂടിപ്പൊതിച്ചു കിടന്ന അമ്മയെ കണ്ടപ്പോൾ കൊള്ളക്കാർ ഒരാൾ പറഞ്ഞു, ചുമട് താഴെ വെക്കൂ, നോക്കട്ടെ. ഗുണദത്തൻ അമ്മയെ താഴെയിരുത്തി. ഗുണദത്തൻ പറഞ്ഞു, ഇതെന്റെ അമ്മയാണ്. അമ്മയ്ക്ക് നടക്കാൻ സാധ്യമല്ല. ഞങ്ങളെ രക്ഷിക്കണം. കൊള്ളത്തലവൻ ഗുണദത്തനെ സൂക്ഷിച്ചു നോക്കി. പൊന്നും പണവും നിറച്ചൊരു സഞ്ചി ഗുണദത്തന്റെ കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അടുത്ത ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവാം. വഴി വളരെ മോശമാണ്. ഗുണദത്തൻ തടഞ്ഞിട്ടും അയാൾ അമ്മയെ തോളിലേറ്റി നടക്കാൻ തുടങ്ങി. അവർ വനത്തിനപ്പം കടന്നു. അയാൾ അമ്മയെ താഴെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, ഈ അമ്മയാണ് ഭാഗ്യവതി. ഈ അമ്മയെടുത്ത് നീ ദേവൻ എന്ന് പറഞ്ഞ് അയാൾ തിരിച്ചുപോയി. ഗുണദത്തൻ ഭഗവാനെ ഓർത്ത് കൈകൂപ്പി, മാതൃദേവോ ഭവ. ഈ കഥയുടെ ഗുണപാഠം എന്താണെന്നറിയാവോ? മാതാപിതാ ഗുരുദേവ ഇവരെ സ്നേഹിക്കുക, അനുസരിക്കുകയും ചെയ്യണം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. നന്ദി.